കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തൊക്കെയുണ്ട് അമ്മമ്മ വിശേഷം? നന്നായിരിക്കുന്നു. അപ്പൂപ്പന് സുഖാണോ? അദ്ദേഹത്തിനും കുഴപ്പമില്ല. എന്റെ അപ്പൂപ്പനും അമ്മമ്മേ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തെന്ന് പറയാൻ പറഞ്ഞു. അതെയോ? അവരൊക്കെ സുഖമായിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു അമ്മമ്മ. അമ്മമ്മ നന്നായിട്ടിരുന്ന അവര് നന്നായിട്ടിരിക്കുന്നാ പറഞ്ഞേ. ഞാൻ എന്നാ പോയി റെഡി ആയിട്ട് സ്കൂളിലോട്ട് പോട്ടെ. സുഖാണോ അമ്മേ? അനുവും കീർത്തി എവിടെ അമ്മേ? അവരെ പെട്ടെന്ന് റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞു വിടണ്ടേ? വന്ന ഉടനെ നീയും അവിയെ പോലെ ജോലി തുടങ്ങാൻ പോവാണോ? അല്ല ഉണ്ണി, ഇങ്ങനെയൊക്കെ പറയണം നിനക്ക് പറഞ്ഞു തന്ന ആരാ? നിന്റെ അമ്മയാണോ? അമ്മയ്ക്ക് എവിടുന്ന അത്രയും ബുദ്ധിയൊക്കെ? ഞാൻ താനെ ചെയ്തതാ. ഇവിടത്തെ അമ്മമ്മയുടെ കൂടെ നല്ല രീതിയിൽ ഇരുന്ന വേറൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് അമ്മമ്മ അപ്പനും പറഞ്ഞു. ഓ നോക്ക്, ഇവനുള്ള ബുദ്ധി പോലും വസുവിനില്ല. അമ്മ എത്ര പെട്ടെന്ന് ഇവൻ സോപ്പിട്ടത്. അമ്മായിമാര് നമ്മളെ പോലുള്ള മരുമക്കളിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കില്ല വസു. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങള് ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് സന്തോഷാവും. അവര് ഹാപ്പി ആയിരുന്നാലേ നമ്മൾ ഹാപ്പി ആയിരിക്കാൻ അവര് സമ്മതിക്കൂ. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിക്കോ. അമ്മ തന്നെ താനെ പഠിക്കുന്നോ അതോ എന്റെ അടുത്ത് ട്യൂഷന് വരുന്നോ? ഞാനങ്ങ് പഠിപ്പിച്ചു തരാം. നിന്നെ ശരിക്കും നിനക്ക് ട്യൂഷന്റെ ആവശ്യമുണ്ട് വസു. ഏട്ടത്തി എന്താ ഇങ്ങനെ പറയുന്നേ? കുട്ടികളെ ഞാൻ റെഡിയാക്കിക്കോളാം. നീ പോയി ഫ്രഷ് ആയിട്ട് വാ. ഉണ്ണി വാ. കാർത്തിക, അമ്മയാണല്ലോ. കാർത്തികേ, കാർത്തിക. അയ്യോ, അമ്മ വിളിക്കുകയാണല്ലോ. കാർത്തികേ, കാർത്തിക എഴുന്നേക്ക് വേഗം. ഞാൻ കുറച്ചുകൂടി ഒന്ന് ഉറങ്ങട്ടെ അഖിൽ. എടി അമ്മ വിളിക്ക, ഒന്ന് എഴുന്നേക്ക്. ഇത്രയും രാവിലെ എന്തിനാ വിളിക്കുന്ന അഖിൽ? ആ നീ അല്ലടി പറഞ്ഞത് ഏർലി മോർണിംഗ് 5 o'clock എഴുന്നേക്കൂന്നൊക്കെ. ഇപ്പൊ സമയം എത്രയായി? 7:30 ആയി. കാർത്തികേ, ആദ്യം നീ അങ്ങോട്ട് ചെല്ല. അമ്മ വിളിക്കുന്ന കേട്ടില്ലേ? ഈ കോലത്തിലോ? കാർത്തിക, അയ്യോ. ഗുഡ് മോർണിംഗ് അമ്മേ. ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളോ? എല്ലാം കറക്റ്റ് ആയിട്ടാണല്ലോ മാനേജ് ചെയ്തേ. പിന്നെ എങ്ങനെ കണ്ടുപിടിച്ചു? മറന്നുപോയി, നീ 5 മണിക്ക് തന്നെ എഴുന്നേക്കുമല്ലോ. യോഗ, മെഡിറ്റേഷൻ എല്ലാം ചെയ്തു കഴിഞ്ഞോ? എല്ലാം ഓർമ്മയുണ്ട്. എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ തന്നെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അഖിലിനെ ഉണർത്തുമായിരുന്നു. അപ്പോഴാ അമ്മ വിളിച്ചത്. എന്തൊരു അഭിനയോടി പെണ്ണേ. അഖിൽ, അമ്മ വിളിക്കുന്നു, എഴുന്നേറ്റ് വാ. സാരല്ല, ഉറങ്ങിക്കോട്ടെ. ഞാൻ നിന്നെ കാണാനാ വന്നത്. പറഞ്ഞു അമ്മേ. ഇന്ന് നീ തന്നെ നിന്റെ കൈകൊണ്ട് അരിപ്പാവ് ഉണ്ടാക്കണം. അരിപ്പാവോ? നിനക്കറിയില്ലേ? ഇതെന്ത് ചോദ്യം അമ്മയാ? കുഞ്ഞിലേ മുതല് അതിന്റെ കൂടെയാ ഞാൻ വളർന്നത്. എന്താ അരിപ്പാവയുടെ കൂടെ വളർന്നു പറയുന്നേ? അത് അവള് കുഞ്ഞിലെ അത് കഴിച്ച് വളർന്നെന്നാ അമ്മ പറഞ്ഞത്. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാലോ. അമ്മേ, ദുർഗാന്റിയുടെ കോളാ. ഹലോ ദുർഗ, നമസ്കാരമുണ്ട്. നിനക്ക് ഞാൻ അരിപ്പാവ വൈകിട്ട് കൊടുത്തുവിടാം.
അതുണ്ടാക്കുന്നത് വേറെ ആരുമല്ല, കാർത്തിക മോള. അവൾക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം. ആ, ഒരു മിനിറ്റ്. കാർത്തികേ, വേഗം പോയി വേണ്ടതൊക്കെ ചെയ്യ്. ആ, മറക്കാതെ ശാന്തിയോടും കൂടി പറ. പിന്നെ അന്ന് കൊടുത്തുവിട്ട പലഹാരമൊക്കെ നല്ല രുചിയായിരുന്നു. ഓ, നിന്റെ മരുമകൾ ഉണ്ടാക്കിയതാണോ? ആ, അതെ അതെ. ഏട്ടത്തി, അരിപ്പാവെന്ന് വെച്ചാ എന്താ ഏട്ടത്തി? എന്താ കാർത്തികേ, അരിപ്പാവ് എന്താന്നറിയില്ലേ? നിനക്കതൊക്കെ നന്നായിട്ടുണ്ടാക്കാൻ പറ്റൂന്ന് അമ്മ ഫോണിൽ പറയുന്ന കേട്ടല്ലോ. കുറച്ചു നേരം മുന്നേ അമ്മയുടെ അടുത്ത് വലിയ ഓവർ ആക്ടിംഗ് ആയിരുന്നു ഇവള്. ഓ, ഞാനിങ്ങനെ പറഞ്ഞില്ലെങ്കി അമ്മയ്ക്ക് വിഷമാവില്ലായിരുന്നു ഏട്ടത്തി. ആദ്യം മോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞേ. ഏട്ടത്തി പറഞ്ഞുതരും. എനിക്ക് വേറെ ജോലിയുണ്ട് കാർത്തികേ. അതുമാത്രമല്ല, അമ്മ സ്ട്രിക്റ്റ് ആയിട്ട് നിന്റെ കൈ കൊണ്ട് തന്നെ അരിപ്പാവ ഉണ്ടാക്കണമെന്നാ പറഞ്ഞിരിക്കുന്നെ. എങ്ങനെയെങ്കിലും നീ തന്നെ മാനേജ് ചെയ്യ്, എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. എന്താ ഇത് ഏട്ടത്തി ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്? എല്ലാം നിന്റെ പെർഫോമൻസിന്റെ എഫക്റ്റാ മോളെ. അമ്മയുടെ അടുത്ത് കിടന്ന് വലിയ ഓവർ ആക്ടിംഗ് ആയിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞ അമ്മ എനിക്ക് ജോലി തരില്ലെന്ന് വിചാരിച്ചു. എന്റെ അമ്മ കുറച്ച് ഡിഫറെന്റ് ആടി. ആരെയാണോ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം അവർക്ക് നിറയെ ജോലി കൊടുത്തോണ്ടേയിരിക്കും. ഈ കാര്യം എന്നോട് നേരത്തെ പറയാത്ത എന്താ? പറയാൻ വേണ്ടി നീ എനിക്ക് സമയം തന്നില്ലല്ലോ. സ്റ്റേജിൽ അഭിനയിക്കുന്ന നടിമാരെ പോലെ നീ ഒരേ അഭിനയമായിരുന്നില്ലേ? ഇനി അങ്ങ് അനുഭവിച്ചോ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും അഖിൽ? എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ. ആ, പറ. ഐ ഹാവ് നോ ഐഡിയ. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ? ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അച്ഛാ. വല്യമ്മ പറയുന്നത് കേട്ട് ഞങ്ങൾ അനുസരണയോടെ ഇരുന്നു അച്ഛാ. വെരി ഗുഡ്. എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണം. അങ്ങനെ ഇരിക്കാ അച്ഛാ. ഞങ്ങൾ ഗുഡ് ഗേൾസാ. അതെ അച്ഛാ. നോക്ക്, അച്ഛൻ വിളിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ എണീറ്റ് റെഡി ആയില്ലേ? വെരി ഗുഡ്. ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കണം. സമയത്ത് തന്നെ സ്കൂളിൽ പോകണം, നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം. ഓക്കേ അച്ഛാ. അമ്മേ, അമ്മേ. വാ ഉണ്ണി, നിങ്ങളെ 3 പേരെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് കുഴപ്പമില്ല അച്ഛാ. എന്റെ സ്കൂള് വേറെ, അവരുടെ സ്കൂള് വേറെ. നിങ്ങൾ പൊക്കോ. അതെ അച്ഛാ, ഞങ്ങളുടെ സ്കൂളിലും ഉണ്ണിയുടെ സ്കൂളിലും നല്ല ദൂരമുണ്ട്. അവനെ അവന്റെ അമ്മ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തോളൂ അച്ഛാ. തെറ്റാണ് കീർത്തി, അങ്ങനെ പറയാൻ പാടില്ല. ഇനി മുതൽ ഉണ്ണി നമ്മുടെ കൂടെ തന്നെ വരും. ഉണ്ണിക്ക് പോകാൻ വേണ്ടി സ്കൂൾ ബസ് പറഞ്ഞിട്ടുണ്ട്, അതിൽ തന്നെ അയക്കാം. എന്തിനാ ബസ്? കാറുണ്ടല്ലോ. അത് കുട്ടികളുടെ സ്കൂള് വേറെ വേറെ അല്ലേ? ഇറ്റ്സ് ഓക്കെ, അത് സാരമില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. കുട്ടികൾ 3 പേരും കാറിൽ തന്നെ പോയാൽ. ഏട്ടത്തി, എന്താ കാർത്തിക? എനിക്കൊരു സഹായം ചെയ്യാവോ? എന്ത് സഹായം? അരിപ്പാവ് ഉണ്ടാക്കാൻ അമ്മ പറഞ്ഞു. അതിനെന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നേ? അത് ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് ടെൻഷൻ വേണ്ട, അറിയാത്തവർക്ക് ടെൻഷൻ വേണമല്ലോ. അത് കാണാൻ എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിയില്ല. ഈ നേരത്ത് സുമ ആന്റി വീട്ടിലില്ല. ഭാവന ഏട്ടത്തിക്ക് വേറെ ജോലിയുണ്ട്.
ഏടത്തി തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യ് പ്ലീസ് പ്ലീസ് പ്ലീസ്. ടെൻഷൻ ആവാതെ ഞാൻ നിന്നെ സഹായിക്കാം. താങ്ക്സ് ഏടത്തി. ഭാവനെ, അമ്മേ, കാർത്തിക അരിപ്പാവ് ഉണ്ടാക്കിയോ? ആ, തുടങ്ങിയിട്ടുണ്ടാവുന്ന തോന്നുന്നു അമ്മേ. കാർത്തികേ, എന്തിനാ മോളിലേക്ക് പോയേ? നീ ഇനിയും അരിപ്പാവ ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ? അത് പിന്നെ അമ്മേ, വസു ഏട്ടത്തേക്ക് അരിപ്പാവ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണണമെന്ന് പറഞ്ഞു. സോറി ഏട്ടത്തി. പഠിക്കേണ്ട പ്രായത്തിൽ പഠിച്ചിട്ടുമില്ല, ചെയ്യേണ്ടപ്പോ ചെയ്തിട്ടുമില്ല. അവളെ നീ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഠിച്ചിട്ട് ഇവിടെ ചെയ്യേണ്ട കാര്യവുമില്ല. നീ പോയി അരിപ്പാവ ഉണ്ടാക്ക്. ശരി അമ്മേ. ഭാവന എടുത്തി വാ, ഞാൻ അരിപ്പാവ് ഉണ്ടാക്കുന്നത് കാണും. ഞാൻ വരാം മോളെ. ഭാവനെ, നീ തോട്ടത്തിൽ ചെന്ന് പൂവ് പറിച്ചിട്ട് വാ. വൈകുന്നേരത്തെ പൂജയ്ക്ക് വേണം. ശരി അമ്മേ. അയ്യോ, എല്ലാരും പറഞ്ഞു വിട്ടല്ലോ. ഇനി ഞാൻ എങ്ങനെ ഉണ്ടാക്കും അത്? വാ മോളെ, നീ അരിപ്പാവ ഉണ്ടാക്കുന്ന കാണാൻ ആഗ്രഹമുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തീരും. എന്താ മോളെ ആലോചിക്കുന്നത്? വാ, അടുക്കളയിലോട്ട് പോകാം. അമ്മ കിച്ചണിലേക്ക് വാ. ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? എന്റെ ഇളയ മരുമകൾ അരിപ്പാവ ഉണ്ടാക്കുമെന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അമ്മയ്ക്ക് എന്താ, എന്ത് വേണമെങ്കിലും പറയാലോ. വേഗം തുടങ്ങും മോളെ. ആ, ശരി അമ്മേ. എന്താ മോളെ ഈ ചെയ്തോണ്ടിരിക്കുന്നത്? അത് ഇതെല്ലാം നീറ്റായിട്ട് അടുക്കി വെച്ചതാ അമ്മേ. അതെല്ലാം നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. നിന്റെ ഭാവനയെടുത്തി അടുക്കള എപ്പോഴും വൃത്തിയായിട്ട് തന്നെ വെക്കാറ്. നീയും അവളെ പോലെ തന്നെ ചെയ്യണം. ആ, ഉറപ്പായിട്ടും അമ്മേ. കിച്ചൺ ഉണ്ടല്ലോ, അത് ഞാൻ ഡ്രസ്സിംഗ് മിറർ പോലെ ആക്കും. കഥ പറയുന്നതല്ലാതെ നീയൊന്നും തുടങ്ങുന്നില്ലല്ലോ. തുടങ്ങും മോളെ. 1-2 മാസം ഇരിക്കുന്ന രീതിയില് അരിപ്പാവ ഉണ്ടാക്കണം. 1-2 മാസത്തേക്കോ? ഇതൊക്കെ എന്നെ വെച്ചുണ്ടാക്കി കച്ചവടം നടത്താൻ പോവുകയാണോ? ആ, ഞാൻ ഉണ്ടാക്കിയാലുണ്ടല്ലോ, അത് 1-2 വർഷത്തേക്കെങ്കിലും സ്റ്റോക്ക് ഉണ്ടാവും. അത്ര നാളത്തേക്കൊന്നും വേണ്ട മോളെ. എല്ലാ മാസവും ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചിയായിട്ടിരിക്കും. അമ്മ എന്ത് പറയുന്നു അതുപോലെ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നല്ലാതെ നീ ഇതുവരെ ഒന്നും തുടങ്ങിയില്ലല്ലോ. അറിയാങ്കിലല്ലേ അത് തുടങ്ങാൻ പറ്റൂ. എന്താ എന്താ മോളെ? ആ, അത് പിന്നെ അമ്മേ, അമ്മയുടെ മുൻപിൽ വെച്ച് ഉണ്ടാക്കുന്നത് അതിനെനിക്ക് കുറച്ച് പേടിയുണ്ട്. അരിപ്പാവ ഉണ്ടാക്കാൻ പേടിയോ? എന്തിനാ പേടി? ഞാനിവിടെ പേടിച്ച് വിറച്ച് നിൽക്കുക. അമ്മയ്ക്കാണെങ്കിൽ ചിരിച്ചാ മതിയല്ലോ. LKG കുഞ്ഞ് ഹെഡ് മാസ്റ്ററിന്റെ മുൻപില് എക്സാം എഴുതുന്നത് പോലെയുണ്ട്. അങ്ങനെയാണോ? എന്നാ ഞാൻ പോയേക്കാം. നീ ജോലി തുടങ്ങിക്കോ. ശരി അമ്മേ. രക്ഷപ്പെട്ടു. അരിപ്പാവ് ഉണ്ടാക്കണം. അമ്മയും പോയി. ഏട്ടത്തിമാര് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ.
താങ്ക്സ് ഏട്ടത്തി, കൃത്യസമയത്ത് വന്നു. നിനക്ക് വേണ്ടിയാ വന്നത്. ഏട്ടത്തി ഇതുണ്ടാക്കി തരുവോ? പറ്റില്ല. എങ്ങനെയാ ചെയ്യേണ്ടെന്ന് പറഞ്ഞുതരാം, നീ ചെയ്താ മതി. അമ്മ വരുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കണം. അതുപോലെ ചെയ്യാം ഏട്ടത്തി. എന്താ വല്യേട്ട നോക്കുന്നേ? ചിത്രഗുപ്തനെ പോലെ നിന്റെ പാപത്തിന്റെ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുക. എന്താ വല്യേട്ട ഇത് ഇങ്ങനെ ദേഷ്യത്തോട് സംസാരിക്കുന്നേ? അല്ല ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞോ? ഒരൊറ്റ അടി തന്നുണ്ടല്ലോ. കല്യാണത്തിന് മുമ്പേ ലീവ് എടുത്തു. കല്യാണത്തിന് ശേഷം ജോലിക്ക് വരാതെ മുഖം വീർപ്പിച്ചോണ്ടിരുന്നു. പാവല്ലേ പോട്ടെന്ന് വിചാരിച്ചപ്പോ അമ്മായിയമ്മയുടെ വീട്ടിൽ പോയി. തിരിച്ച് വന്നിട്ടെങ്കിലും ജോലിയൊന്ന് വിചാരിച്ചപ്പോ അതുമില്ല. ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്റെ അടുത്ത് വന്നിട്ട് എന്താ ചേട്ടാ ചെയ്യുന്നത് എന്ന് ചോദിച്ചോണ്ട് വരാവൻ. ഏട്ടന് ഇത്രയും വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നല്ലേ? പിന്നെ എന്തിനാണെന്നാ പറയുന്നേ? നിന്റെ ജോലിയും ചെയ്യണം, അബിയുടെ ജോലിയും ചെയ്യണം. ഒരാൾക്ക് എത്ര പേരുടെ ജോലി ചെയ്യാൻ പറ്റും? എനിക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ട്, അറിയോ? ഏട്ടന്റെ വിഷമത്തിന് ഒരുപാട് ഡെപ്ത് ഉണ്ട്. നീ ഒരാളെ എല്ലാത്തിനും കാരണം. ഒരു ഉപകാരം ചെയ്യത്തുമില്ല, ചുമ്മാ കുറ്റം പറയാൻ വേണ്ടി വരും. ഞാൻ എത്ര പേർക്കെന്ന് പറഞ്ഞിട്ട് ഉപകാരം ചെയ്യുന്നത്? അമ്മയെ ഹെൽപ്പ് ചെയ്ത്, ഇളയമ്മയെ ഹെൽപ്പ് ചെയ്ത്, അവസാനം ദേ ഇവന്റെ ഭാര്യയെ വരെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുക ഞാനിപ്പോ. അരിപ്പാവ് ഉണ്ടാക്കാൻ ഏട്ടത്തി കാർത്തികയെ ഹെൽപ്പ് ചെയ്തായിരുന്നോ? കാർത്തിക വസുവിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു. അമ്മ അത് വേണ്ടാന്ന് പറഞ്ഞു. അമ്മ അറിയാതെ ഞാനാ അവളെ ഹെൽപ്പ് ചെയ്തേ. എന്തിനാ ഏട്ടത്തി ഹെൽപ്പ് ചെയ്യാൻ പോയേ? അവൾ ഒരു കാര്യമില്ലാതെ ബിൽഡപ്പ് ഉണ്ടാക്കുക. ഏട്ടത്തി ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയേനെ. അരിപ്പാവ് ഉണ്ടാക്കാൻ അറിയാത്ത കാർത്തിക ഓവർ ആക്ടിംഗ് ആണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുമായിരുന്നു. കാർത്തികയെ അമ്മയുടെ മുന്നിൽ ഇട്ടുകൊടുത്ത് എനിക്ക് എന്ത് കിട്ടാനാകില്ലേ? എന്തായാലും അവൾ എന്റെ അനിയത്തിയല്ലേ. അങ്ങനെയാണെന്ന് ഏട്ടത്തി കരുതുന്നു. എന്നാ അവള് വസു എടുത്ത് ചെറുതാക്കി കാണിക്കല്ലേ? അതിന് അവൾക്ക് നല്ല ശിക്ഷ എന്നെ കിട്ടണം ഏട്ടത്തി. കുഴപ്പമില്ലടാകില്ലേ? ഞാൻ വിചാരിച്ചു നീ ഒരു പെൺകൊന്തനായിരിക്കുമെന്ന്. പക്ഷെ ഭാര്യയ്ക്ക് പണിഷ്മെന്റ് കിട്ടണമെന്ന് വിചാരിക്കല്ലേ നീ? അവളുടെ ബിൽഡപ്പ് എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഏട്ടാ. പ്രേമിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോ ഓവർ ആക്ടിങ് അവക്ക്. തെറ്റാകിൽ ഭാര്യയെ കുറിച്ച് മറ്റുള്ളവരടുത്ത് ഇങ്ങനെ കുറ്റം പറയാൻ പാടില്ല. മറ്റുള്ളവർ ആരാ ഏട്ടത്തി ഇവിടെ? എന്റെ അച്ഛനും അമ്മയും പോലെയല്ലേ ഏട്ടനും ഏട്ടത്തിയും? അവളെ പറ്റി അച്ഛനോടും അമ്മയോടും ഒന്നും പറയാൻ കഴിയില്ല. നിങ്ങളോടെങ്കിലും എനിക്ക് പറയണ്ടേ? കാർത്തിക കൊച്ചു പെൺകുട്ടിയല്ലടാ, പോകെ പോകെ എല്ലാം ശരിയായിക്കോളും. അയ്യോ കല്യാണം കഴിഞ്ഞില്ല, ഇനി എന്താ ഏട്ടാ ചെറിയ പെണ്ണ്? ഇപ്പൊ എന്താ വേണ്ടാകില്ലേ? കാർത്തികയ്ക്ക് പണിഷ്മെന്റ് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. എന്താ ഭാവനെ, അവൻ എന്തെങ്കിലും അറിയാതെ പറയുന്നു വെച്ച് നീ ശരിക്കും എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അരിപ്പാവ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അവൾക്ക് അറിയില്ല. ഉണ്ടാക്കുന്ന കാണണമെന്ന് അമ്മ അവളോട് പറഞ്ഞത്. ആ കാഴ്ച നമുക്ക് അവിടെ പോയി നിന്നൊന്ന് കാണാം. കാർത്തിക, നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം.
ഇതിനിടയിൽ സ്റ്റക്കായല്ലോ.